ജയിലുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ തുറന്ന പോരാട്ടത്തിനൊരുങ്ങി ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് സമിതി. പ്രാഥമികമായ മനുഷ്യാവകാശങ്ങൾ പോലും തടവുകാർക്ക് അതിസുരക്ഷാ ജയിലുകളിലടക്കം നിഷേധിക്കപ്പെടുന്നുവെന്ന് സംഘടന. അടിസ്ഥാന ആവശ്യങ്ങളായ ചികിത്സ, വിദ്യാഭ്യാസം എന്നിവ പോലും ചില തടവുകാർക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തെ ജയിലുകളിലുള്ളത്. ഇത്തരം നിയമവിരുദ്ധ നടപടികളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തടവുകാരുടെ അധ്വാനത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ജയിൽ വകുപ്പ് ഓരോ വർഷവും സമ്പാദിക്കുമ്പോഴും ജയിലിലെ തടവുകാർക്ക് അടിസ്ഥാന പ്രതിഫലമായി തുച്ഛമായ രൂപ മാത്രമാണ് നൽകുന്നതെന്ന് സംഘടന കുറ്റപ്പെടുത്തി. കയ്യാമം വെക്കുന്നതിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ചികിത്സയെ ബന്ധപ്പെട്ട് സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ കയ്യാമം വെക്കുന്നതിനെ സുപ്രീം കോടതി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വളരെയധികം ഗൈഡ് ലൈൻസും അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽക്കെട്ടിനകത്ത് ഞാനാണ് നിയമം എന്ന് പറയുന്ന തരത്തിലൊരു ഇടപെടലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയിലും ജയിൽ വകുപ്പിലും മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ബോഡി ക്യാമറ നിർബന്ധമാക്കണം. കസ്റ്റഡിയിലെ പീഡനം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അന്വേഷിക്കാൻ സ്വതന്ത്ര ഏജൻസികൾക്ക് രൂപം നൽകണം. വിചാരണ നടപടികൾ അനന്തമായി നീളുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഭരണകൂടം അടിയന്തരമായി ഇടപെടണം. UAPA ചുമത്തുന്നതിൽ ഭരണകൂട പാർട്ടിയായ CPM-ന് ഇരട്ടത്താപ്പാണെന്നും സംഘടന കുറ്റപ്പെടുത്തി. UAPA തടവുകാരനായ രാജീവിന്റെ ഭാര്യ തങ്കമ്മ, മാവോയിസ്റ്റ് രൂപേഷിന്റെ മകൾ ആമി, സംഘടനാ ഭാരവാഹികളായ KK കൃപ, CP റഷീദ്, നിഹാരിക എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.